പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് ഓട്ടോട് ഓട്ടമാണ്. നിലത്ത് നിൽക്കാനും സമയമില്ല, ഇരിക്കാനും സമയമില്ല. അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ തിരക്കിലാണ് അവർക്ക്. അത് വാങ്ങിക്കാൻ വേണ്ടി അവരെ ചർച്ച് ബിലീവേഴ്സ് അല്ലെങ്കിൽ പള്ളി ക്രിസ്ത്യാനി എന്ന് വിളിക്കാം. അവരോട് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, അതെ, ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഞങ്ങളെല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. യേശുവിനെ നിങ്ങൾക്കറിയാമോ? യേശുവിനെ നിങ്ങളെ അറിയാമോ? ഈ രണ്ട് ചോദ്യം ചോദിച്ചാൽ അറിയത്തില്ല, അറിയാം, ഇതായിരിക്കും അവരുടെ മറുപടി. അവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ ഫില്ലറിൽ മാതാവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അങ്ങോട്ട് ഓടും. ഇവരെല്ലാം അവിടെ മെഴുകുതിരി കത്തിക്കും, അവിടെ നേർച്ചകൾ അർപ്പിക്കും. അവർ ഇനി ഒരു മലയുടെ മുകളിൽ വ്യാളിയുടെ വായിൽ കുന്തം കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യാളൻ അനുഗ്രഹങ്ങൾ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫില്ലറെ വിട്ടിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഓടും. ഞാൻ മാതാവിനെ പറഞ്ഞത് യേശുവിൻ്റെ അമ്മയല്ല, ഞാൻ ഒരിക്കലും മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ട വിഗ്രഹത്തെയാണ് ഞാൻ പറയുന്നത്. അപ്പോ എല്ലാം കൂടി ആ മലയിലേക്ക് വിടും. ഇനി കൃപാസനത്തിൽ പുതിയ ഒരു അഭിഷേകത്തിന്റെ ഉടമ്പടി വന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ടും വിട്ട് അങ്ങോട്ട് ഓടും. അപ്പൊ ഇവർക്ക് നിലത്തിരിക്കാൻ സമയമില്ല. ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇവർ യാത്ര ചെയ്യുവാണ്. എന്താണ് നഷ്ടപ്പെട്ടു പോകുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ? ഞങ്ങളുടെ കടം മാറണം, ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കണം, അവർ വിദേശത്ത് പോകണം, ILTC പാസ്സാവണം, അങ്ങനെ ഒരുപാട് ഭൗതികമായി ആഗ്രഹങ്ങൾ. എത്ര പേര് യേശുവിനെ അറിയണം, മാനസാന്തരപ്പെടണം, ക്രിസ്തുവിന്റെ കൂടെ ഇനി ജീവിക്കണം, അത്യുന്നതനായ ദൈവത്തെ കാണണം? ഇല്ല, മാതാവ് പ്രത്യക്ഷീകരണം മതി, പൊട്ട വിഗ്രഹങ്ങൾ പ്രത്യക്ഷീകരണം മതി. അതുകൊണ്ട് യഥാർത്ഥമായ ക്രിസ്ത്യാനികൾക്കൊന്നും ഈ കൃപാസന മാതാവ് പ്രത്യക്ഷീകരണമില്ല. ബാക്കിയുള്ളവർക്കെല്ലാം അടിക്കടി ബ്ലൂ മെഴുതിരിയിൽ അല്ലെങ്കിൽ പെട്ടിക്കകത്ത് അല്ലെങ്കിൽ കമ്പിളിപ്പുതപ്പിനകത്ത് അങ്ങനെയുള്ള പ്രത്യക്ഷീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജനങ്ങൾ ഇല്ലാത്ത പൈസ കടം മേടിച്ചും കാതി കിടക്കുന്ന കമ്മല് വരെ പണയം വെച്ചും ബസ് യാത്രയ്ക്ക് കൂലി കണ്ടെത്തി 2000-3000 കൊടുത്ത് ഉടമ്പടി എടുത്തും അല്ലെങ്കിൽ മലയിലുള്ള വ്യാളിയുടെ വായിൽ കുന്തം കൊണ്ട് കുത്തുന്ന പുണ്യാളന് മെഴുതിരി കത്തിച്ചും ഫില്ലറിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിന് പണം കൊടുത്തും ഓട്ടോടെ ഓട്ടമാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒടുക്കം ജോത്സ്യന്റെ അടുത്ത് പോയി ഞങ്ങളുടെ കഷ്ടതയുടെ കാരണം ചോദിച്ച് മടങ്ങുന്നു. അവരുടെ വിചാരം ഇന്നും അത്യുന്നതനായ യഹോശുവയ്ക്ക് ഞങ്ങളെ അനുഗ്രഹിക്കാൻ കഴിവില്ല. എത്ര നാൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ, എത്ര നാൾ ഈ ഞായറാഴ്ച പള്ളിയിൽ പോകും, എത്ര നാള് ഇങ്ങനെ നടക്കും, ഒരനുഗ്രഹവും കിട്ടത്തില്ല. അപ്പൊ ഇത് കുറുക്കു വഴിക്ക് മേടിക്കാം. അതെ, കുറുക്കു വഴിക്ക് മേടിക്കാം. നിനക്ക് അനുഗ്രഹം കിട്ടാത്തതിന്റെ കാരണം നിന്റെ മനസ്സൊന്നും ക്ലിയർ ആയിട്ടില്ല. നീ ഇന്നും മ്ലേച്ഛതയെ കെടുക്കൂ. കാരണം അത്യുന്നതനായ ദൈവത്തെ വിട്ട് അന്യാദരാധനയ്ക്ക് പോകുമ്പോൾ നീ ആത്മീയ വ്യഭിചാരം ചെയ്ത് നടക്കുന്നവനാണ്. അതുകൊണ്ടാ കിട്ടാത്തത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു വചനം നമുക്ക് വായിക്കാം. POC ബൈബിളില് ബാറൂഖ് എന്നൊരു അധ്യായമുണ്ട്. ബാറൂഖിന്റെ 6-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം തൊട്ട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, ആഡംബര ഭ്രമമുള്ള യുവതികൾ എന്ന പോലെ അവയെ അവർ സുവർണ കിരീടം അണിയിക്കുന്നു. പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് ഉള്ളറയിലെ വേശികൾക്ക് പോലും കൊടുക്കുന്നു. സ്വർണവും വെള്ളിയും മരവം കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. അതാണ് ബാറൂഖിന്റെ തിരുവചനം. അതിന്റെ 6-ാമത്തെ അധ്യായം 9 വാക്യം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ എന്താണ്? ആഡംബര ഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവൻ സുവർണ കിരീടം ധരിപ്പിക്കുന്നു. അത് ആഡംബര ഭ്രമമുള്ള ചില യുവതികൾ മനോഹരമായി എപ്പോഴും ഇതാ ബൈബിൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഞാനാരും കുറച്ചു കാണിക്കുന്നതോ വില കുറയുന്നതല്ല. ആഡംബര ഭ്രമമുള്ള യുവതികളെ പോലെ അവർ വളരെ എല്ലാത്തിനോടും വലിയ ആഡംബരമാണ്. അപ്പൊ അതുപോലെയുള്ള യുവതികളെയാണ് ബാറൂഖോടെ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള യുവതികളെ പോലെ അവ കിരീടം അണിയിക്കുന്നു. പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കാരണം ഇവർ മനോഹരമായി വസ്ത്രങ്ങളെ കൊടുത്ത നഗ്ന
വിഗ്രഹത്തിന് പട്ടുസാരി ഉടുപ്പിച്ച് മാതാവിൻ്റെതാന്ന് പറയപ്പെടുന്ന പല വിഗ്രഹങ്ങൾക്കും നഗ്നമായ ഈ വിഗ്രഹങ്ങൾക്ക് പട്ടുസാരി ഉടുപ്പിച്ച് വളരെ ബ്ലൗസും സാരിയും ഒക്കെ ഉടിയിപ്പിച്ച് കണ്ടാൽ സുന്ദരത്വം തോന്നുന്ന ഈ വിഗ്രഹത്തിന് കിരീടങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതിന് ഗോൾഡ് കവറിങ് ആണെങ്കിൽ പോലും ഇതിന് പൈസ കൊടുക്കണ്ടേ? അപ്പൊ തെരുതരെ വെക്കുമ്പോൾ പുരോഹിതന്മാരൊക്കെ ഇത് എടുത്തുകൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കും. അവർ പ്രൊമോട്ട് ചെയ്യും. കിരീടം വെക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും. ആ മാതാവിന് കിരീടം ആവശ്യമുണ്ട്, നിങ്ങൾ കിരീടം കൊണ്ടുവന്ന് വെക്കൂ. അപ്പോ ഈ വെളിവില്ലാത്ത കുഞ്ഞാടുകൾ എന്ത് ചെയ്യും? പണം മുടക്കി കിരീടം കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും വെള്ളിയുടെയോ സ്വർണം പൂശിയതോ ലക്ഷങ്ങളും ആയിരങ്ങൾ കൊടുത്ത് കിരീടം വെക്കും. പുരോഹിതന്മാർ ഇത് അടിച്ചു മാറ്റും. ഞാൻ പറഞ്ഞതല്ല, ബൈബിളിൽ ഞാൻ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ ഇതെടുത്ത് ഇവരടിച്ചു മാറ്റി ഇവർ കൊടുക്കുന്ന കൂടെ ഉള്ളറയിലെ വേശ്യകൾക്ക് ഇത് സംഭാവന ചെയ്യും. അതാണ് പറയുന്നത്, ഉള്ളറയിലെ വേശ്യകൾക്ക് കൊടുക്കും. അപ്പൊ വിഗ്രഹം തന്നെ വേശ്യയുടെ സ്പിരിറ്റാ, വിഗ്രഹം തന്നെ നഗ്നതയുടെ സ്പിരിറ്റാ. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഈ സാരി അഴിച്ചാൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പൊ ഈ മ്ലേച്ഛത കണ്ട സാരി ഉടിപ്പിക്കുന്ന ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചോണം. അവർക്ക് ഈ കിരീടങ്ങളെല്ലാം എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകും, മനസ്സിന്റെ അകത്തൊരു ത്വരയുണ്ടാകും. അതിന് തിരുവചനം അതിന്റെ 1-ാം അധ്യായം 23-24 വാക്യത്തിലേക്ക് നമുക്ക് വായിക്കുമ്പോൾ, അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോട് കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിക്കേണ്ടതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിനുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം അവർ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോട് കൂടെ സ്വന്തം ശരീരങ്ങളെ പരസ്പരം അവമാനിക്കേണ്ടതിന് മ്ലേച്ഛതയിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഈ വിഗ്രഹത്തെ ആരാധിക്കുന്ന ജനമേ, നിങ്ങൾ അശുദ്ധിയെയാണ് ആരാധിക്കുന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി റോമാലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അവർ മൃഗങ്ങളെയും ഇഴജന്തുക്കളുടെയും സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾ കൈമാറി. ഇപ്പോ വ്യാളിയുടെ കുന്തം, അത് കോല്, അതിനൊക്കെ ആരാധിക്കുക. ഇനി കുതിരയുടെ കാലാണോ അനുഗ്രഹിക്കുന്നത്? വ്യാളിയുടെ വാലാണോ അനുഗ്രഹിക്കുന്നത്? പുണ്യാളന്റെ കാലാണോ? എവിടെയാണോ തൊടാൻ കിട്ടുന്നത് അവിടെ തൊട്ട് ഉമ്മ വയ്ക്കുന്ന ക്രിസ്ത്യാനി. അപ്പൊ ഏതിലൊന്നൊക്കെയാണോ വന്നത് വരട്ടെ, അപ്പൊ എവിടെന്നെങ്കിലും കിട്ടുമല്ലോ. ഇതിനെല്ലാം ആരാധിക്കുന്ന ക്രിസ്ത്യാനി നിങ്ങളുടെ ശരീരത്തെ മ്ലേച്ഛതയ്ക്ക് ഉപയോഗിച്ചു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോട് കൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിക്കുന്നതിന് അശുദ്ധിക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന കർത്താവ് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് എന്താണ് പറ്റുന്നത്? പുരോഹിതന്മാർ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തായി സ്വന്തം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്? അത് താഴെ പറയുക, അത് സ്വന്തം കാര്യം അതിൽ നിന്ന് ഉള്ളറയിലെ വേശ്യകൾക്ക് പോലും കൊടുക്കുന്നു. സ്വർണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാർ അവർ മനുഷ്യരെന്ന പോലെ വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് സൂപ്പറാക്കി നിർത്തിയിരിക്കുന്നു. ഇപ്പൊ സംസാരിക്കും. ഒരു വിഗ്രഹ ഭക്തൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പൊ സംസാരിക്കും, ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുക, കിരീടം വെച്ച് നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളാ ഇവരെ വെച്ചിരിക്കുന്നത് കണ്ടാലോ. ഒരു കുറ്റവാളിയെ, അതായത് രാജ്യദ്രോഹ കുറ്റത്തിന് വിധിച്ച കുറ്റവാളിയെ ജയിലിന്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് പോലെ ഈ വിഗ്രഹത്തെ ഇവർ പൂട്ടിയിട്ടിരിക്കുന്നത്. കാരണം 18-ാമത്തെ വാക്യം, ബാറൂക്ക് 6:18 നമുക്ക് വായിക്കുമ്പോൾ, രാജ്യദ്രോഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവന് എല്ലാ വശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകൾ കൊണ്ട് സുരക്ഷിതമാക്കി ക്ഷേത്രം ചെയ്യും എന്നാ പറഞ്ഞു. ഇത് സുരക്ഷിതമാക്കി വെച്ചേക്കുക ഈ വിഗ്രഹങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന പോലെ. അപ്പോ തങ്ങൾക്ക് അത് ഉള്ളതിനേക്കാൾ, മനുഷ്യന് കൊടുക്കുന്നതിനേക്കാൾ വിളക്കുകൾ, തങ്ങൾക്ക് ആവശ്യമുള്ളതിനും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു. എന്നാൽ അവയിൽ ഒന്നുപോലും കാണാൻ ഈ ദേവന്മാർ കഴിയുന്നു. ഈ വിഗ്രഹത്തിന് കാണാൻ പറ്റുന്നില്ല.
എന്തെല്ലാം രീതിയിലാണ് ഇലക്ട്രിക് ബൾബ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഇന്ന് ഓരോ ക്രിസ്ത്യാനിയുടെ വീടിന്റെ പടിവാതിക്കൽ ഡാവിഞ്ചി വരച്ച കൊലയാളിയുടെ ചിത്രം യേശുവിൻ്റെതാണെന്ന് കരുതി വെച്ച് മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുക. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. പ്രിയ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവൻ ആരാധിക്കുന്നവൻ പൂർണ്ണ ആത്മാവിലും പൂർണ്ണ സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുന്നു. എന്നാൽ എങ്ങോട്ടാണ് ക്രിസ്ത്യാനി? നിങ്ങൾ വിഗ്രഹത്തിലേക്കാണോ അടുക്കേണ്ടത്? നിങ്ങൾ ഓടേണ്ടത് ഈ മ്ലേച്ഛതയിലേക്കല്ല. നിങ്ങൾ ഓടേണ്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് വയ്ക്കുമ്പോൾ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇത് യേശുവാണ് പറയുന്നത്. അത്യുന്നതനായ ദൈവം പറയാ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാ നിത്യജീവൻ. അപ്പൊ നിത്യജീവന് വേണ്ടിയിട്ടാണ് ഒരു ക്രിസ്ത്യാനി നീ ഓടേണ്ടത്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നീ വിഗ്രഹത്തിന്റെ പുറകെ ഭൗതിക ആവശ്യങ്ങൾക്ക് പോകുന്നത് മുഴുവനും എന്റെ ദൈവം തരാൻ പ്രാപ്തനാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, കൂടാതെ എറ്റേണിംഗ് ലൈഫ്, നിത്യജീവനം തരുമെന്നാ പറയുന്നത് യേശു. അപ്പൊ ഈ നിത്യജീവനേക്കാൾ വലുതാണോ ലോകത്തിൽ ഭൗതികമായി കിട്ടുന്ന നശിച്ചു പോകുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മീയ വ്യഭിചാരം ചെയ്യാൻ ഈ ക്രിസ്ത്യാനി നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് യെശയ്യാ പറയുന്നത്, ഈ ജനത്തിനെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം എൻ്റെ കൈ കുറുകിയിട്ടില്ല, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കേൾപ്പാൻ കഴിയാത്തവണ്ണം എൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല, എന്നെ ഇവരെ അകറ്റിയിരിക്കുന്നത് ഇവരുടെ അകൃത്യം അത്രേ. കാരണം ഈ മ്ലേച്ഛ ബിംബത്തിലേക്ക് പോകുന്നതും വിഗ്രഹാരാധനയ്ക്ക് പോകുന്നതും ആഭിചാരത്തിന് പോകുന്നതും എല്ലാം ഒരുപോലെ. ഇത് ആത്മീയ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാനും ഇവരും അകന്നുപോയി എന്നാ പറയുന്നത്. സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അപകടത്തിലേക്കാണ് ഓടുന്നത്. ഇതിന്റെ ലാഭം പുരോഹിതന്മാർക്കും ചർച്ചകൾക്കും മാത്രമാ. നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളുടെയും ആത്മാവ് നിത്യ നരകമെന്ന ഒരു പാതാളമുണ്ട്. അത് യേശു പറയുന്നു, അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങൾ പോകല്ലേ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതിനകത്തേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. എഫേസോസ് ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വായിക്കുമ്പോൾ, രക്ഷയുടെ സത്വർത്തനമായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനിൽ അവനിൽ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു. ക്രിസ്ത്യാനി, യഥാർത്ഥത്തിൽ നിനക്ക് വേണ്ടത് നീ പരിശുദ്ധാത്മാവിനിൽ മുദ്രയിടപ്പെട്ട ഒരു ക്രിസ്ത്യാനിയായി നീ മാറണം. രക്ഷയുടെ സത്വർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കണം, അവനിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളും രക്ഷയുടെ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിടപ്പെടുന്ന ഒരു കർത്താവുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അവസാന വാക്യത്തിൽ, രക്ഷിക്കപ്പെടുന്നവരെ അനുദിനം കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾ മാറണം. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ മോഷ്ടിക്കുന്ന അല്ലെങ്കിൽ കിരീടം വെക്കുന്ന വിഗ്രഹത്തിന് മ്ലേച്ഛത അർപ്പിക്കുന്ന വിഗ്രഹത്തിന്റെ പുറകെ പോയി സമയം പാഴാക്കുന്ന ഒരു ചർച്ച് ബിലീവേഴ്സ് പള്ളി ക്രിസ്ത്യാനിയായി നിങ്ങൾ മാറരുത്. ബാറൂക്ക് 6-ാം അധ്യായം 68-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇതാണ്. എന്താണ്? നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനേക്കാൾ നല്ലത് മൃഗത്തെ ആരാധിക്കുന്നതാണെന്ന് പറയുന്നത്. എന്താണ് പറയാൻ കാരണം? ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിയില്ല. അവയേക്കാൾ എത്രയോ ഭേദമാണ് വന്യമൃഗങ്ങൾ. എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം എന്നാ പറയുന്നത്. അപ്പൊ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനേക്കാൾ ഭേദം ഒരു ബിംബത്തിന്, അതായത് പറയുന്ന ആകാശത്തിലെ ജനതകളുടെ ഇടയിലും ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിയില്ല. അപ്പോ അവയേക്കാൾ എത്രയോ ഭേദമാണ് വന്യമൃഗങ്ങൾ. എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം.
ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നതിനേക്കാൾ ഭേദം ജീവനുള്ള മൃഗത്തെ ആരാധിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അവർക്ക് പേടി വരുമ്പോൾ ഓടി ഒളിക്കാനെങ്കിലും അറിയാം. അതിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളും തീരുമാനമെടുക്കുക. നിങ്ങളെ രക്ഷിപ്പാൻ മതിയായവൻ, നിങ്ങളെ കാത്തിരിക്കുന്നവൻ, നിങ്ങളെ സ്വർഗം വെൽക്കം ചെയ്യുക. നിങ്ങളെ സ്വർഗം വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുക. നിങ്ങൾ എന്ത് ഭൗതിക തലത്തിലാണോ അന്യാരാധനയ്ക്ക് പോകുന്നത്, അതിനേക്കാൾ അധികമായി തരുവാൻ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ സർവശക്തനായ ദൈവം തരാൻ കാത്തിരിക്കുക. നിങ്ങൾ വാ, ക്രിസ്തുവിലേക്ക് വാ, നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.